ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണിയും കാദംബരി ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയമ്മയും കാർത്തികയും പറയുന്നുണ്ട്, ഇനിയിപ്പൊ അവനെങ്ങാനും ദിലീപേട്ടന്റെ വീട്ടിൽ പോകുന്ന സംശയം എന്ന് പറയുമ്പോ കാദംബരി പറയുന്നുണ്ട്, അതെ, നമ്മളെല്ലാരും നോട്ടിട്ട പോലെ അവൻ ദിലീപിനെ നോട്ടിട്ടിട്ടുണ്ടാകും എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, ദിലീപേട്ടൻ എന്തിനു ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, എന്തായാലും എല്ലാരും ഓടി നടക്കണുണ്ടല്ലോ ചേച്ചി, ഒന്നും സംഭവിക്കില്ല. ചേച്ചി ഈ മാലയിന്നിട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു മാല എടുത്തിട്ട് നമ്മുടെ കല്യാണി കാർത്തികക്ക് ഇട്ടുകൊടുക്കാട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ? അതെ. കല്യാണി പറയുന്നുണ്ട്, അതെ, ഞാൻ കുറച്ചു കഴിയുമ്പോഴേക്കും കാട്ടിൽ വരെ ഒന്ന് പോകും, വേലുവിനെയും അമലുവിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. അവർക്കും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഗംഗപ്രസാദിനോട് ദേഷ്യമൊക്കെയാണ് വേലുവിന്. അവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലേ വേലു അവനെങ്ങാനും കുത്തിക്കൊല്ലോന്നൊക്കെയാ പറയണത്. പിന്നെ അവർക്കിവിടെ വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. മൂപ്പ മരിച്ചതല്ലേ, അപ്പൊ എന്തായാലും ഒരു മാറ്റം നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ അവിടം വരെ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാര് കാദംബരിയും അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ശാന്ത ചേച്ചിയും കൂടി പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെയാണ് സദ്യ ഉണ്ടാക്കുന്നത്. എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി അമ്മയുടെ കാർത്തികയുടെ അടുത്തും നമ്മുടെ വരാനായിട്ട് സരിയും അതുപോലെ തന്നെ ഷാരി റെഡി ആവാട്ടോ. അപ്പൊ സരിയുടെ അടുത്ത് ഷാരി ചോദിക്കുന്നുണ്ട്, മോളെ മേടിച്ചോ എന്ന് ചോദിക്കുകയാണ്. വാങ്ങിച്ചു അമ്മേ, എവിടെ കാണിച്ചേ എന്ന് പറയാണ്. അയ്യോ, ഇത് നല്ല വിലയായി കാണാലോ, എത്ര പവനുണ്ട് മോളെ? 2.5 പവനുണ്ട് അമ്മേ. 2.5 പവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് 3 ലക്ഷത്തിനടുത്ത് ആയിക്കാണല്ലേ മോളെ? അതൊക്കെയായി. എന്നാലും കിരണിനെ കല്യാണിന്റെ ചേച്ചിയുടെ വിവാഹത്തിനല്ലേ, പ്രത്യേകിച്ച് കല്യാണിന്റെ സ്വന്തം ചേച്ചി, അവർ കാരണമാണ് ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്കുണ്ടായത്. അതുകൊണ്ട് ഇതൊക്കെ ഒട്ടും കൂടുതലല്ലമ്മേ, ഇത് കുറവായിട്ടാ എനിക്ക് തോന്നുന്നത്. പിന്നെ കാർത്തിക ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കിരണന്റെ അക്കൗണ്ടിലേക്ക് 1.5 ലക്ഷം രൂപ ഇട്ടിരുന്നു. ഞാനത് വേണ്ടെന്ന് അവനോട് പറഞ്ഞതാണ്. പക്ഷെ അവൻ പറയാണ്, ശമ്പളത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിടിച്ചോളാന്ന്. അതവൻ പിടിക്കൊന്നും ഇല്ലായിരിക്കും, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് നല്ലൊരു ജീവിതം തന്നതല്ലേ അമ്മേ. ഇപ്പോ കിരണിനാണെങ്കിൽ ഗംഗപ്രസാദ് എന്ന് വെറുതെ വിട്ടതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട് എന്ന് ഷാരി പറയുമ്പോഴേക്കും സരിയോ പറഞ്ഞിട്ട്, എന്തിനാ അവനെ വെറുതെ വിട്ടത്? ഇതാണ് കിട്ടണ അവസരം ഒന്നും പാഴാക്കരുതെന്ന്. ഒരു പ്രാവശ്യമാണ് അവൻ വെറുതെ വിട്ടത്. ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വന്നു, അന്ന് പോലീസുകാരുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചു. 2ാമത്തെ പ്രാവശ്യം കാട്ടിലേക്ക് വന്നപ്പോ അവൻ കൊക്കയിലേക്ക് വലിച്ചേർന്നു. എന്തിനാ കൊക്കയിലേക്ക് വലിച്ചേർന്നത്? മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കുഴിച്ചു മൂടല്ലേ വേണ്ടിയിരുന്നത്. ഇനി എന്ത് പറയാനാണ്? എന്തായാലും ഞാൻ മനോഹരനെ കൊല്ലാൻ നടക്കുന്ന പോലെയാണ് ഇപ്പൊ ഗംഗനെ കൊല്ലാൻ നടക്കുന്നത് ആ വീട്ടിലെ എല്ലാവരും എന്ന് പറയാണ്. മനോഹരനെ ഒന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ എന്റെ അച്ഛൻ കൊല്ലും. മോളെ, നീ ഇപ്പോഴും കൊല ചെയ്യാൻ വേണ്ടി നടക്കുവാണോ? എന്റെ മോളെ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ അവസാനം ജയിലിലേക്ക് വരേണ്ടി വരുമോ എന്ന് ഷാരി ചോദിക്കുമ്പോഴേക്കും, അമ്മേ നോക്ക്, മനോഹരനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവും, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഭാരമായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ സന്തോഷത്തിലാണ്. എന്റെ മോളെ നോക്കാൻ ഒരുപാട് പേരുണ്ട്, അവള് സേഫായി, എന്റെ 2 അമ്മമാരും സേഫാണ്. ഇനി ഞാൻ എന്തിനാ അമ്മ പേടിക്കണത്? അതാ ഞാൻ പറഞ്ഞത്, ഒന്നില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛൻ മനോഹരനെ കൊല്ലും. ഇനി അവൻ എപ്പോഴാ പരോളിന് ഇറങ്ങുന്നതെന്നും പറയാൻ പറ്റില്ല. സംസാരിച്ചത് സമയം കണ്ട, വാമേ നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞിട്ട് സരിയു ഷാരിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ കാദംബരിയും അതുപോലെ തന്നെ ആ ചേച്ചിയും വെജിറ്റബിൾസ് ഒക്കെ അരിയുമ്പോഴേക്കും രതീഷ് അവിടേക്ക് വന്നിട്ടുണ്ട്. കൊള്ളാലോ, ഇതുവരെ ഇത് അരിഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും കാദംബരി പറയണ്ട, അതെ, പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആണുങ്ങൾക്കും സഹായിക്കാം എന്ന് പറയുമ്പോ രതീഷ് ഇങ്ങനെ ചിരിക്കാട്ടോ. അപ്പൊ ശാന്ത ചേച്ചി പറയണ്ട്, കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിലേ 5 പേരുടെ പണി ഒറ്റ കങ്ങ് ചെയ്താനെ എന്ന് പറയുമ്പോ രതീഷ് പറയണ്ട്, കല്യാണി അത്യാവശ്യമായിട്ട് കാട്ടിലേക്ക് പോയോണ്ടല്ലേ അവിടെ വേലുവിനെയും അമലിനെയും കൂട്ടാൻ വേണ്ടി. നമ്മളെക്കാളൊക്കെ ഇപ്പൊ ദേഷ്യമാണ് വേലുവിന്, ഗംഗപ്രസാദിന്. അവനിവിടെ വന്നിട്ട് ഗംഗനെ കാണും, ഗംഗനെ കണ്ട കുത്തിക്കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടാ വരുന്നത് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ശാന്ത ചേച്ചി പറയണ്ട്, എന്ത് പറയാനാ, കിരൺ മോനൊരു അബദ്ധം കാണിച്ചോണ്ടല്ലേ അന്ന് അവൻ ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ അവിടേക്ക് വരുന്നുണ്ട്. മക്കളെ, ഞാൻ എത്തി. അമ്മൂമ്മ എത്തിയാലോ എന്ന് രതീഷ് പറയണം. ഇനി ജോലിയൊക്കെ പടപടാന്ന് തീർന്നോളൂ, ഒരു 5 പേരുടെ ജോലി അമ്മൂമ്മ തീർത്തോളൂ. അപ്പൊ ശാന്ത ചേച്ചി പറയണ്ടേ, എന്താ നിങ്ങൾ ഇത്ര വൈകിയത് ഭാനുമതി അമ്മേ? ഒന്നും പറയണടി, ആകെ തലകറക്കമൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോ കാദംബരി പറഞ്ഞ, അയ്യോ അമ്മൂമ്മ എന്നിട്ട് ഞങ്ങൾ താരത്തും പറഞ്ഞില്ലല്ലോ, മനഃപൂർവ്വം പറയാത്തേണ്, ഇനി പറഞ്ഞിട്ട് വേണം എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വരാൻ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അല്ല, അച്ഛനെ കണ്ടിരുന്നു? കണ്ടിരുന്നു, മുറ്റത്ത് തന്നെ അവൻ സെക്യൂരിറ്റിനെ പോലെ നിൽക്കുന്നുണ്ടല്ലോ. എല്ലാവരും ചെക്ക് ചെയ്തിട്ടെ നോക്കി കണ്ടിട്ടൊക്കെയാണ് അവൻ അകത്തേക്ക് വിടുന്നത്. എന്നെ പോലും നോക്കിയിട്ട് അവൻ അകത്തേക്ക് വിട്ടത്. ഇങ്ങനത്തെ ഒരു മോൻ. അവനാണ് ഇപ്പൊ സെക്യൂരിറ്റിനെ ജോലി ചെയ്യുന്നുണ്ട്. മുമ്പാണ് പെൺമക്കൾ മരിക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രകാശന ഇപ്പൊ മക്കള് മരിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയണ പ്രകാശന എന്ന് പറയാട്ടോ അമ്മൂമ്മ.
കാദംബരി ചോദിക്കണ്ടേ, അല്ല അമ്മുമ്മ ലക്ഷ്മിയമ്മേനെയും അതുപോലെ തന്നെ കാർത്തിക ചേച്ചിനെ കണ്ടില്ലേ? ഓ കണ്ടു കണ്ടു. കല്യാണി മോള് കാട്ടിലേക്ക് പോയല്ലേ? അതെ. എന്തു പറയാനാ, കാട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞില്ലേ? അറിഞ്ഞടി. ആ മൂപ്പനെ കുത്തിയിട്ട അമ്മുമ്മേ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഹോ, വല്ലാത്തൊരു ജന്മം തന്നെയാണ് അവന്റെ. കിരൺ മോൻ അന്ന് കൊന്നിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഇപ്പൊ ആർക്കും സമാധാനം ഇല്ലാതായല്ലോ. അവൻ ആരെയാ എപ്പോഴാ കൊല്ലണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് അമ്മുമ്മ പറയാട്ടോ. ആ സമയത്താണ് ലക്ഷ്മിയമ്മ അടുത്തും കാർത്തിക അടുത്തും ഷാരിയും സരിയും വരുന്ന കേട്ടോ. ഹലോ എന്ന് പറഞ്ഞിട്ട് സരിയു അങ്ങോട്ടൊരു വാ, ഇതാരും സരിയുവാ, വാ വാ, ആ ഷാരി ആന്റി ഉണ്ടല്ലോ, വാ വാ, കേറി വാ എന്ന് പറയാണ്. ആ മോളുടെ വിവാഹമൊക്കെ അല്ലേ, വന്നിട്ട് ഒരു സമ്മാനം തന്നിട്ട് പോകാൻ വിചാരിച്ചു. സമ്മാനമോ? അതൊന്നും വേണ്ടായിരുന്നല്ലോ ആന്റി എന്ന് കാർത്തിക പറയുമ്പോഴേക്കും സരിയു പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. നോക്ക്, കല്യാണിയുടെ സ്വന്തം ചേച്ചിയാ കാർത്തിക ചേച്ചി, അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സമ്മാനം തരണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ സമ്മാനം അങ്ങോട്ട് കൊടുക്കാണ്. കാർത്തിക അപ്പൊ തന്നെ തുറന്നു നോക്കണ്ട, ഈശ്വര ഇത് നല്ല പവനുണ്ടല്ലോ, ഇതിന് ഒത്തിരി പണമായി കാണുമല്ലോ, ഇപ്പൊ സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ, സരിയുവിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇത്രയും വിലയുള്ളത് തന്നത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ കാർത്തിക ചേച്ചി കല്യാണിന്റെ സ്വന്തം ചേച്ചിയാ എന്ന് പറയുമ്പോൾ ഷാരി പറയേണ്ട, അതേ മോളെ കല്യാണിയും കേണില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ജീവിതം ഉണ്ടാവില്ല, അതുകൊണ്ട് മോൾക്ക് എത്ര സമ്മാനം തന്നാലും മതിയാവില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ, അതാ ഞാൻ വെറും കൈയോടെ വന്നത് എന്ന് ഷാരി പറയുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അതെന്ത് പറച്ചില്ല ഷാരി, ഞങ്ങൾക്കൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയാണ്. അപ്പോ സരയു പറയണ്ടേ, എന്ത് പറയാനാ, ഗംഗപ്രസാദിനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, അതുപോലെ തന്നെയാണ് ആ മനോഹറിനെ കൊല്ലാൻ വേണ്ടി ഞാനും എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് അമ്മമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടി പെൺകൊച്ചേ, നീ എന്തിനാണ് മനോഹറിനെ കൊല്ലണം ഇടയ്ക്കിടയ്ക്ക് പറയണത്, മനോഹറിന്റെ സ്വഭാവം മാറിയെന്നൊക്കെ ഇവിടെ എല്ലാരും പറഞ്ഞില്ലേ? അതെ, അവന്റെ അഭിനയമാണ് എന്ന് സരയു പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് വിശ്വസിക്കാൻ പാടില്ലല്ലോ, മുമ്പൊക്കെ എത്ര വർഷം കല്യാണം ഞാൻ കിരൺ മോനെ കല്യാണി മോളുടെ അച്ഛനും അമ്മേനും എല്ലാവരും നീ കൊല്ലാൻ നോക്കിയതാണ്, അതുപോലെയൊക്കെയാണ് നിങ്ങളിപ്പോ എന്ന് പറയുമ്പോഴേക്കും ഷാരിയും സരിയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മമ്മ പറയണ്ട്, ദേ സരിയു, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം, മിനിറ്റിനെ സ്വഭാവം മാറുന്ന സ്വഭാവം നിങ്ങളുടെ അമ്മയുടെ മോളുടെ, അതുകൊണ്ട് നിങ്ങൾ ഇനി കല്യാണി മോൾക്കെതിരെ ഇതിൽ ചെയ്താറുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും, കല്യാണി മോളെ പെട്ടെന്ന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹമുള്ള മോളാ അത് എന്ന് പറയാണ്. അപ്പോ ലക്ഷ്മിയും നമ്മുടെ സരയു പറയണ്ട അമ്മയുടെ അടുത്ത്, അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറയാണ്. മനോഹറിനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കണേ, അവൻ അത്രമാത്രം തെറ്റ് എന്നോട് ചെയ്തിട്ടുണ്ട്. എടി പെൺകൊച്ചെ, അവന്റെ കുഞ്ഞാണ് നിന്റെ അടുത്തുള്ളത്, ആ കുഞ്ഞായിട്ടെ അവനൊരു ബന്ധവും വേണ്ട എന്നൊക്കെ സരയു പറഞ്ഞു. എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഇന്ന് ഇറങ്ങുവാണ് എന്ന് ഷാരിയും സരയും പറയാട്ടോ. അതെന്തൊരു പോക്ക എന്ന് ലക്ഷ്മൺ പറയാണ്. എന്തിനും കഴിച്ചിട്ടും കുടിച്ചിട്ടും പോയാൽ മതി എന്ന് പറയുമ്പോ ഒന്നും വേണ്ടെന്നേ എന്ന് ഷാരി പറയുമ്പോഴേക്കും അമ്മ പറയണ്ട, അതെ ഞാൻ പറയാൻ വന്നത് അതാണ്, നിങ്ങൾക്ക് ചായയും കടിയൊക്കെ എടുത്തിട്ടുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അവര് പോകുമ്പോഴേക്കും കാർത്തിക ലക്ഷ്മിയമ്മ അടുത്ത് പറയണ്ട, ഷോ അമ്മൂമ്മ അവരത് അത്രയൊന്നും പറയണ്ടായിരുന്നു അല്ലേ അമ്മേ, പറയണ മോളെ, അവരത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ കല്യാണി മോളെയും കിരൺ മോനെയൊക്കെ, അത് മാത്രല്ല ഇവരുടെ സ്വഭാവം എപ്പോഴെപ്പോഴും മാണെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് സരയുണ്ട്, അവളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്നിങ്ങനെ ലക്ഷ്മിയമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറയണ്ടേ ലക്ഷ്മിയമ്മ, അത് മാത്രല്ല അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങളും വെട്ടി തുറന്ന് അവരുടെ മുഖത്ത് പറയണത് തന്നെയാ നല്ലത്, അമ്മ ചെയ്തത് തന്നെയാ നല്ലത് എന്ന് ലക്ഷ്മി പറയാണ് കാർത്തിക അടുത്ത്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കല്യാണിനെയാട്ടോ. കല്യാണി കാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ വേലുവിനെയും അമലുവിനെയും അതുപോലെ തന്നെ വല്ലീനെയും കൂടെയുണ്ട്. അപ്പൊ അമ്മയുടെ മൂപ്പത്തെടുത്ത് പറയുന്നുണ്ട് കല്യാണി, അതെ മൂപ്പന്റെ ഭാര്യയും കൂടി ഞങ്ങളുടെ കൂടെ വരുന്നതായിരുന്നു നല്ലത്, ഇവിടെ നിൽക്കണ്ടായിരുന്നല്ലോ, എന്തായാലും അമലും വേലും വരുന്നുണ്ട്, അതിന്റെ കൂടെ അമ്മക്കും വന്നൂടെ എന്ന് കല്യാണി ചോദിക്കുമ്പോ മൂപ്പത്തി പറയണ്ട, അതല്ല മോളെ, മൂപ്പ മരിച്ചിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, പ്രത്യേകിച്ച് എനിക്ക് 1 വർഷം കഴിയണ്ട ഞാൻ കാട് വിട്ടു പോവാൻ പാടില്ല മോളെ, അതുകൊണ്ടാ ഞാൻ വരാത്തത്, സാരില്ല വേലു അമലും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയണ്ട, അതെ മൂപ്പ മരിച്ച പിന്നെ അമലു നന്നായിട്ട് ക്ഷീണിച്ചു, അതുകൊണ്ടാ ഇവളെയും കൂട്ടാന്ന് ഞാൻ വിചാരിച്ചത് എന്ന് പറയാണ്. എങ്കിൽ നിങ്ങൾക്ക് വൈകിക്കണ്ട, അപ്പോഴേക്കും കടവിൽ ആളുണ്ട് കേട്ടോ. ശരി അമ്മയെന്നാ ഞങ്ങൾ പോയിട്ട് വരാം, കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും അമലിനെ കൊണ്ടുവരാം എന്ന് പറയുമ്പോ വേലു പറയുന്നുണ്ട്, അത് സാരില്ല സാറമ്മേ, ഞാൻ വരുമ്പോ തിരിച്ച് അമലിനെ കൊണ്ടുവന്നോളാം എന്ന് പറയാണ്. അങ്ങനെ ഒരു കടവിലേക്ക് കേറാണ്. കടവിൽ കയറി കേട്ടും അമലു കരച്ചിലോട് കരച്ചില്ലാട്ടോ. അപ്പൊ വേലു പറയുന്നുണ്ട്, എന്റെ അമലു നീ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും വള്ളക്കാരൻ പറയണ്ട, അതെ അതെ ഈ പെൺകുച്ച് ആകെ ക്ഷീണിച്ച് കോലം കെട്ടുപോയി എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, ഞാനും ശ്രദ്ധിച്ചായിരുന്നു, അമലു കണ്ട പോലെയല്ല, ആകെ ക്ഷീണിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയെ, അമലു വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത്
ഗംഗപ്രസാദിനെ എങ്ങനെ ഞാൻ കണ്ടിരുന്നെങ്കിലേ അവനെ ഞാന് വെള്ളത്തിലേക്ക് മറിച്ചിട്ടാനെ മേഡം. ഇനി അവൻ ഈ വെള്ളത്തിൽ എവിടെയാണ് പൊങ്ങിയെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, മൂപ്പൻ അന്ന് അവൻ കുത്തിയതിനു ശേഷം അവൻ ഏതോ ഒരു ആളുടെ കയ്യിൽ നിന്ന്, മീൻ പിടിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് അയാളെ വെള്ളത്തിലിട്ടാണ് അവൻ ഫോണായിട്ട് മുങ്ങിയെന്നാ കേട്ടത് എന്ന് പറയുമ്പോഴേക്കും വള്ളക്കാരൻ പറയുന്നുണ്ട്, അന്ന് ഞാനിവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിലേ അവൻ എന്നെ മറിച്ചിട്ട് വള്ളമായിട്ട് പോയാനെ എന്ന് പറയുമ്പോഴേക്കും വേലു പറയുന്നുണ്ട് കേട്ടോ, അതേ ചേട്ടാ, അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചപ്പോഴേ അവൻ വള്ളം കടന്ന അപ്പുറത്തേക്ക് പോയത്, അന്ന് ചേട്ടന്റെ വള്ളർക്ക് ചിലപ്പോ അവൻ എടുത്തത് എന്ന് വേലു പറയുമ്പോഴേക്കും ആ കടത്തുകാരൻ പറയുന്നുണ്ട്, അതെ അതെ, അന്ന് അവൻ എന്റെ വള്ളം തന്നെയായിരിക്കും എടുത്തത്. കാരണം അന്ന് ഞാൻ രാത്രി കെട്ടിയിട്ടിട്ട് രാവിലെ വന്ന് നോക്കിയപ്പോ ഞാൻ കെട്ടിയിട്ട ആ സ്ഥലത്തല്ലായിരുന്നു വള്ളം കിടന്നത്, ഞാൻ കെട്ടിയ പോലെ അല്ലായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നുണ്ട് അത് അവൻ എന്റെ വള്ളം എടുത്തിട്ട് തന്നെയായിരിക്കും അന്ന് പോയത് എന്ന് പറയാണ്. ശേഷം അവരങ്ങോട്ട് യാത്ര ചെയ്യാട്ടോ. അങ്ങനെ അവര് സിറ്റിയിലേക്ക് എത്തി. കല്യാണിയും അതുപോലെ തന്നെ വേലും അമലും കൂടി കാറിലേക്ക് കയറി കേട്ടോ. കാറിൽ കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കും അമലക്ക് ഛർദിക്കാനും വരെയാണ്, തലകറക്കവും വരുന്നുണ്ട്. അമല് ഛർദിക്കാൻ പോകുമ്പോഴേക്കും കല്യാണി ചേട്ടൻ വണ്ടി നിർത്തുന്നു പറയാണ്. അങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്. വണ്ടി നിർത്തിയ ശേഷം അമല് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഛർദിക്കാട്ടോ. പെട്ട് ചെറിയൊരു തലകറക്കം ഉണ്ട്. അപ്പൊ കല്യാണി പറയണ്ട, അയ്യോ അമലു നല്ല ക്ഷീണമുണ്ടല്ലോ, ഛർദിലും ഉണ്ട്, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അപ്പൊ വേലു പറയണ്ടേ, ഇവളൊന്നും കഴിക്കാറില്ല സാറമ്മേ, അതുകൊണ്ടാ ഇവൾക്ക് ഛർദിലും തലകറക്കവും ഒക്കെ വരുന്നത് എന്ന് പറയുമ്പോ കല്യാണി അമലു ഇങ്ങനെ നോക്കാട്ടോ. അമലു പറയണ്ട, വേണ്ട എനിക്ക് ആശുപത്രി പോകണ്ട എന്ന് പറയാണ്. വേലു പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, നിനക്ക് ഇത്രയും വയ്യാലോ, ആശുപത്രി പോവാം. അപ്പോ കല്യാണി പറയണ്ട, അതെ അതെ ആശുപത്രി പോവാമല്ലോ, അതാ നല്ലത്. വേണ്ട ചേച്ചി, എനിക്ക് ആശുപത്രി പോണ്ട ചേച്ചി എന്ന് അമല് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കല്യാണി അമലയുടെ മുഖത്ത് നോക്കുന്നുണ്ട്, അമലു കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. എന്തായാലും കല്യാണിക്ക് മനസ്സിലായി അമലു പ്രഗ്നന്റ് ആണെന്ന്. പക്ഷെ വേലുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.